നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സ്വന്തമായി ദീർഘദൂര മിസൈലുകൾ നിർമ്മിക്കാനുള്ള ഉക്രൈനിന്റെ ശേഷി ബ്രിട്ടൻ വർദ്ധിപ്പിക്കുമെന്ന് ആന്റി ബേണാം. യുക്രൈനിലേക്ക് നടത്തുന്നത് പ്രധാനമന്ത്രിയായ ശേഷമുള്ള ബേണാമിന്റെ ആദ്യ വിദേശ സന്ദർശനം. യുക്രൈനിന് സ്വന്തമായി ദീർഘദൂര മിസൈലുകൾ നിർമ്മിക്കാൻ സഹായിക്കുന്നതിനായി ആംഗ്ലോ ഫ്രഞ്ച് സ്റ്റോം ഷാഡോ മിസൈലുകളിലെ UK നിർമ്മിത ഘടകങ്ങളെക്കുറിച്ചുള്ള രഹസ്യ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ബ്രിട്ടൻ തയ്യാറാണെന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുമെന്ന് സൂചന. ബേണാം കീവിലേക്ക് പോകുന്നത് യുക്രൈനിന്റെ 35ാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ. യുക്രൈനിൽ ദീർഘദൂര മിസൈലുകളുടെ അസംബ്ലി ലൈനുകൾ സ്ഥാപിക്കാൻ ഫ്രാൻസിനെ സഹായിക്കുമെന്നും UK അറിയിക്കും. ബ്രിട്ടന്റെ സഹായങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാക്കിയിട്ടുണ്ടെന്ന ശക്തമായ വിമർശനം ഉന്നയിച്ച് റഷ്യ. UKയിലെ പ്രധാനമന്ത്രി ആന്റി ബേണാമിന് പാർട്ടിയിലെ വിവിധ ഗ്രൂപ്പുകളിൽ നിന്ന് കടുത്ത സമ്മർദ്ദം നേരിടേണ്ടി വരുമെന്ന് റിപ്പോർട്ട്. നടപടി വരാനിരിക്കുന്ന ലേബർ പാർട്ടി കോൺഫറൻസിൽ ഗാസയിലെ ഇസ്രയേലിന്റെ സൈനിക നടപടികളെ വംശഹത്യയായി ഔദ്യോഗികമായി അംഗീകരിക്കാൻ മൊമെന്റം, ലേബർ ആൻഡ് പലസ്തീൻ സോളിഡാരിറ്റി ക്യാമ്പയിൻ തുടങ്ങിയ പാർട്ടിയിലെ അടിസ്ഥാന സംഘടനകൾ ഇതിനായി പ്രമേയം അവതരിപ്പിക്കാൻ തയ്യാറെടുക്കുന്നുവെന്ന് സൂചന. ഗാസയിൽ ഇസ്രയേൽ വംശഹത്യ നടത്തിയെന്ന UN അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തലുകൾ സർക്കാർ അംഗീകരിക്കുക, ഇസ്രയേലിന് മേൽ പൂർണ്ണ ആയുധ ഉപരോധവും സമഗ്രമായ വ്യാപാര ഉപരോധങ്ങളും ഏർപ്പെടുത്തുക എന്നീ ആവശ്യങ്ങൾ ശക്തമാകുന്നു. സ്റ്റാർമറുടെ നേതൃത്വത്തിൽ ഗാസ വിഷയത്തിൽ പാർട്ടി സ്വീകരിച്ച നിലപാടുകളിൽ ബേണാം ക്ഷമാപണം നടത്തിയിരുന്നുവെങ്കിലും വംശഹത്യ എന്ന വാക്ക് ഉപയോഗിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. വംശഹത്യയാണോ എന്ന് അന്താരാഷ്ട്ര കോടതികളാണ് തീരുമാനിക്കേണ്ടതെന്ന നിലപാടിൽ ഉറച്ച് ബേണാം. UKയിൽ ജനിച്ചവർക്കും കുട്ടികളുള്ള 35 വയസ്സിന് താഴെയുള്ള വിവാഹിതരായ ദമ്പതികൾക്കും സോഷ്യൽ ഹൗസിംഗ് മുൻഗണനാ പട്ടികയിൽ മുന്നിൽ സ്ഥാനം നൽകും. ഇതിലൂടെ വിദേശത്ത് ജനിച്ച ബ്രിട്ടീഷ് പൗരന്മാർക്ക് വീടുകൾ ലഭിക്കാൻ കൂടുതൽ കാലം കാത്തിരിക്കേണ്ടി വരുമെന്ന് സൂചന. ബ്രിട്ടീഷ് മാതാപിതാക്കൾ താൽക്കാലികമായി വിദേശത്തായിരിക്കുമ്പോൾ ജനിച്ചവരെ ഈ പുതിയ നിയന്ത്രണത്തിൽ നിന്ന് ഒഴിവാക്കുമെന്ന് റിപ്പോർട്ട്. വിദേശത്ത് ജനിച്ച ബ്രിട്ടീഷ് പൗരന്മാർക്ക് സോഷ്യൽ ഹൗസിംഗിനായി കൂടുതൽ സമയം കാത്തിരിക്കേണ്ടി വരും. ലണ്ടനിൽ നടക്കുന്ന പത്രസമ്മേളനത്തിൽ നിക്കൽ ഫാരേജിന്റെ പാർട്ടി നയം പ്രഖ്യാപിക്കും. വിദേശ പൗരന്മാരെ സോഷ്യൽ ഹൗസിംഗിൽ നിന്ന് നിരോധിക്കുമെന്ന് പാർട്ടി. ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകാലത്തെ പ്രധാന നയങ്ങളിലൊന്നായ ഊർജ്ജതന്ത്രം ഒരു പരാജയമായിരുന്നുവെന്ന് റിപ്പോർട്ട്. എണ്ണ വ്യവസായത്തിൽ ട്രംപ് നടത്തിയ വലിയ പന്തയം പൂർണ്ണമായും തിരിച്ചടിച്ചുവെന്ന് US എഡിറ്റർ ഷാർലറ്റ് ഹോവാർഡ്. ട്രംപിന്റെ സുപ്രധാന നയങ്ങളിലൊന്നിന്റെ അടിത്തറയെ ചോദ്യം ചെയ്യുന്ന നിരീക്ഷണമാണ് പുറത്തു വന്നിരിക്കുന്നതെന്ന് സൂചന. പ്രസിഡന്റിന്റെ തന്ത്രം പ്രതീക്ഷിച്ച ഫലം നൽകിയില്ല എന്ന് മാത്രമല്ല, അത് പിന്നോട്ട് പോവുകയും ചെയ്തുവെന്നാണ് റിപ്പോർട്ട് അടിവരയിടുന്നത്. ട്രംപിന്റെ നയങ്ങൾ അമേരിക്കൻ എണ്ണ വ്യവസായത്തിന് ഗുണകരമാകുമെന്നായിരുന്ന പൊതുവെയുള്ള ധാരണയ്ക്ക് തിരിച്ചടിയായി റിപ്പോർട്ട്. അമേരിക്കയിലെ മെയിൽ ഇൻ വോട്ടിംഗ് സംവിധാനത്തിൽ കൂടുതൽ പരിശോധന നടപടികൾ കൊണ്ടുവരാൻ US പോസ്റ്റൽ സർവീസ് നീക്കം. മെയിൽ വഴി വോട്ട് ചെയ്യുന്നവരുടെ വിവരങ്ങൾ പ്രത്യേക ബാർകോഡുമായി ബന്ധിപ്പിച്ച് ഫെഡറൽ സംവിധാനത്തിൽ രേഖപ്പെടുത്തുന്ന തരത്തിലാണ് പുതിയ ചട്ടമെന്ന് സൂചന. നിലവിലുള്ള കോടതി വിലക്ക് നീങ്ങുന്നതുവരെ നിയമം പ്രാബല്യത്തിൽ വരില്ല എന്ന് റിപ്പോർട്ട്. കോടതി അനുമതി ലഭിച്ചാൽ ഉടൻ തന്നെ മാറ്റങ്ങൾ നടപ്പാക്കുമെന്ന് USPS. പുതിയ സംവിധാന പ്രകാരം ഓരോ മെയിൽ ബാലറ്റിനും വോട്ടറുടെ പേര്, വീട്ടുവിലാസം തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങൾ ഉൾപ്പെടുന്ന പ്രത്യേക ബാർകോഡ് നൽകണം. ബാലറ്റ് തപാൽ ശൃംഖലയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് അധികൃതർ ഈ വിവരങ്ങൾ ഫെഡറൽ ബാലറ്റ് മെയിൽ പോർട്ടലിൽ രേഖപ്പെടുത്തുകയും വേണമെന്ന് നിർദ്ദേശം. ചട്ടം പാലിക്കാത്ത സംസ്ഥാനങ്ങളിലേക്ക് മെയിൽ ബാലറ്റുകൾ വിതരണം ചെയ്യില്ല എന്ന് USPS. ഛത്തീസ്ഗഡിലെ ഇന്ദിരാഗാന്ധി കാർഷിക സർവകലാശാലയിൽ കൂടുതൽ ചോദ്യപേപ്പറുകൾ ചോർന്നതായി കണ്ടെത്തൽ. ചോർന്നത് BSc അഗ്രികൾച്ചർ 1ാം വർഷ പ്ലാന്റ് പാത്തോളജി പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതായി സ്ഥിരീകരിച്ചത് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ. ഓഗസ്റ്റ് 7 നടന്ന പ്ലാൻ പാത്തോളജി പരീക്ഷ റദ്ദാക്കി സർവകലാശാല. കൂടുതൽ ചോദ്യപേപ്പറുകൾ ചോർന്നതായി കണ്ടെത്തിയത് നേരത്തെ കാർഷിക സർവകലാശാലയുടെ BSc 2ാം വർഷ പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്ന സംഭവത്തിൽ കോളേജ് പ്രൊഫസറും 5 വിദ്യാർത്ഥികളും പോലീസിന്റെ പിടിയിലായതിനു പിന്നാലെ നടന്ന പോലീസ് അന്വേഷണത്തിൽ. ചോദ്യപേപ്പർ ചോർച്ചയിൽ അറസ്റ്റിലായ അധ്യാപകൻ ദുർഗിലെ ഭാരതി അഗ്രികൾച്ചർ കോളേജിലെ പ്രൊഫസറായ യോഗേഷ് സോങ്കേസരിയാണ് തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരനെന്നും പോലീസ്. മഹാരാഷ്ട്രയിലെ അമരാവതി ജില്ലാ ആശുപത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ 3 നവജാത ശിശുക്കൾ മരിച്ചു. അപകടമുണ്ടായത് ഇന്ന് പുലർച്ചെ 3:30. ആശുപത്രിയുടെ 3ാം നിലയിലുള്ള സ്പെഷ്യൽ ന്യൂബോൺ കെയർ യൂണിറ്റിൽ വെന്റിലേറ്റർ പൊട്ടിത്തെറിച്ചാണ് തീപിടുത്തമുണ്ടായതെന്ന് സൂചന. അപകട സമയത്ത് വാർഡിലുണ്ടായിരുന്നത് 39 നവജാത ശിശുക്കൾ. പുകയും തീയും പടർന്നതോടെ കുഞ്ഞുങ്ങളെ വേഗത്തിൽ പുറത്തെത്തിച്ച് ഡോക്ടർമാരും നഴ്സുമാരും മറ്റ് ജീവനക്കാരും. ഗുരുതരമായി പൊള്ളലേറ്റും പുക ശ്വസിച്ചുമാണ് കുഞ്ഞുങ്ങൾ മരിച്ചത് എന്ന് റിപ്പോർട്ട്. 6 കുഞ്ഞുങ്ങൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടെന്ന് ഞെട്ടിക്കുന്ന വാർത്ത. ഇവരെ മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റിയെന്ന് അധികൃതർ. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരായ CPIM സംസ്ഥാന സെക്രട്ടറി ബിനോ വിശ്വത്തിന്റെ പ്രതികരണത്തിൽ മറുപടി പറയേണ്ടതില്ല എന്ന തീരുമാനത്തിൽ CPIM. CPIയെ കൂടുതൽ പ്രകോപിപ്പിക്കേണ്ടതില്ല എന്നാണ് CPIM ആലോചന എന്ന് സൂചന. ബിനോ വിശ്വത്തിന്റെ പ്രതികരണത്തിൽ CPIമിന് അതൃപ്തിയുണ്ട്. എന്നാൽ പാർട്ടി മറുപടി പറയേണ്ടതില്ല എന്നും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പിണറായി വിജയൻ തന്നെ മറുപടി പറയട്ടെ എന്നുമുള്ള നിലപാടിൽ ഉറച്ച് CPIM. വിഷയം അടുത്ത CPIM സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യുമെന്ന അഭ്യൂഹം ശക്തം.
ഓണക്കാലമായതിനാൽ ചൊവ്വാഴ്ചത്തെ പതിവ് സെക്രട്ടേറിയറ്റ് നാളെ ഉണ്ടാവില്ല എന്ന് റിപ്പോർട്ട്. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം CPIM-നാണെന്നും ഉപനേതാവിനുള്ള പേരുള്ള കത്ത് സ്പീക്കർക്ക് വൈകാതെ കൈമാറുമെന്നും പിണറായി വിജയൻ. അത്തരമൊരു പ്രസ്താവന പിണറായി വിജയൻ നടത്തിയെങ്കിൽ അത് അദ്ദേഹത്തിന്റെ പദവിക്കും രാഷ്ട്രീയ പക്വതയ്ക്കും നിരക്കാത്ത പ്രസ്താവനയാണെന്ന് ബിനോയ് വിശ്വം. പ്രതിപക്ഷ ഉപനേതാവ് പദവിയിൽ കടുത്ത നിലപാടിലേക്ക് CPI കടന്നേക്കും. വാർത്തകൾ വിശദമായി. സ്വന്തമായി ദീർഘദൂര മിസൈലുകൾ നിർമ്മിക്കാനുള്ള ഉക്രൈനിന്റെ ശേഷി ബ്രിട്ടൻ വർദ്ധിപ്പിക്കുമെന്ന് ആന്റി ബേണ. പ്രധാനമന്ത്രിയായ ശേഷമുള്ള തന്റെ ആദ്യ വിദേശ സന്ദർശനമാണ് യുക്രൈനിലേക്ക് നടത്തുന്നത്. യുക്രൈനിന് സ്വന്തമായി ദീർഘദൂര മിസൈലുകൾ നിർമ്മിക്കാൻ സഹായിക്കുന്നതിനായി ആംഗ്ലോ ഫ്രഞ്ച് സ്റ്റോം ഷാഡോ മിസൈലുകളിലെ UK നിർമ്മിത ഘടകങ്ങളെക്കുറിച്ചുള്ള രഹസ്യ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ബ്രിട്ടൻ തയ്യാറാണെന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിക്കും. UK പ്രധാനമന്ത്രിയായ ശേഷമുള്ള ബേൺഹാമിന്റെ ആദ്യ ഉക്രൈൻ സന്ദർശനമാണിത്. ഉക്രൈന്റെ 35ാം സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം കീവിലേക്ക് പോകുന്നത്. ഉക്രൈനിൽ ദീർഘദൂര മിസൈലുകളുടെ അസംബ്ലി ലൈനുകൾ സ്ഥാപിക്കാൻ ഫ്രാൻസിനെ സഹായിക്കുമെന്നും UK അറിയിക്കും. ബ്രിട്ടന്റെ സഹായങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാക്കിയിട്ടുണ്ടെന്നാണ് റഷ്യയുടെ വിമർശനം. ലണ്ടനിലെ റഷ്യൻ അംബാസഡറെ റഷ്യ തിരിച്ചു വിളിച്ചതും യുദ്ധത്തിൽ UK പങ്കാളിത്തത്തിനെതിരെ മോസ്കോ നൽകിയ മുന്നറിയിപ്പുകളും നിലവിലെ പിരിമുറുക്കം വ്യക്തമാക്കുന്നു. റഷ്യയുടെ ഭീഷണികൾക്ക് വഴങ്ങില്ല എന്നും സമാധാനം പുനഃസ്ഥാപിക്കുന്നതുവരെ ഉക്രൈനൊപ്പം ഉറച്ചു നിൽക്കുമെന്നും ബേണ വ്യക്തമാക്കി. ശനിയാഴ്ച മാക്രോൺ സെലൻസ്കിയുമായി സംസാരിച്ചപ്പോൾ കൈവിനെതിരെ അടുത്തിടെയുണ്ടായ അതിവേഗ റഷ്യൻ മിസൈൽ ആക്രമണങ്ങളെ ചെറുക്കാൻ സഹായിക്കുന്ന പ്രത്യേക ഇന്റർസെപ്റ്റർ മിസൈലുകൾ നൽകുമെന്ന് വാഗ്ദാനം ചെയ്തു. UK പ്രധാനമന്ത്രി ആന്റി ബേണാമിന് വരാനിരിക്കുന്ന ലേബർ പാർട്ടി കോൺഫറൻസിൽ ഗാസയിലെ ഇസ്രയേലിന്റെ സൈനിക നടപടികളെ വംശഹത്യയായി ഔദ്യോഗികമായി അംഗീകരിക്കാൻ പാർട്ടിയിലെ വിവിധ ഗ്രൂപ്പുകളിൽ നിന്ന് കടുത്ത സമ്മർദ്ദം നേരിടേണ്ടി വരും. മൊമെന്റം, ലേബർ ആൻഡ് പലസ്തീൻ സോളിഡാരിറ്റി ക്യാമ്പയിൻ തുടങ്ങിയ പാർട്ടിയിലെ അടിസ്ഥാന സംഘടനകൾ ഇതിനായി പ്രമേയം അവതരിപ്പിക്കാൻ തയ്യാറെടുക്കുകയാണ്. ഇസ്രയേലിന്റെ നടപടികളെ വംശഹത്യയായി അംഗീകരിക്കാനും പൂർണ്ണ ആയുധ ഉപരോധം ഏർപ്പെടുത്താനും പ്രധാനമന്ത്രിയെ നിർബന്ധിക്കാൻ പാർട്ടി അംഗങ്ങൾ ശ്രമിക്കുന്നതിനിടെ ഗാസയുടെ പേരിൽ ആന്റി ബേണാവുമായി ഒരു കോൺഫറൻസ് പോരാട്ടത്തിന് ഗ്രാസ് റൂട്ട് ലേബർ ഗ്രൂപ്പുകൾ ഒരുങ്ങുകയാണ്. മൊമെന്റം, ലേബർ ആൻഡ് പലസ്തീൻ, ക്യാമ്പയിൻ ഫോർ ലേബർ പാർട്ടി ഡെമോക്രസി, പലസ്തീൻ സോളിഡാരിറ്റി ക്യാമ്പയിൻ എന്നിവ അടുത്ത മാസം പ്രധാനമന്ത്രി എന്ന നിലയിൽ ബേണാമിന്റെ ആദ്യ ലേബർ സമ്മേളനത്തിന് മുൻപ് സമ്മർദ്ദം വർദ്ധിപ്പിക്കാൻ പദ്ധതിയിടുന്നു. ഗാസയിൽ ഇസ്രയേൽ വംശഹത്യ നടത്തിയെന്ന UN അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തലുകൾ സർക്കാർ അംഗീകരിക്കുക, ഇസ്രയേലിന് മേൽ പൂർണ്ണ ആയുധ ഉപരോധവും സമഗ്രമായ വ്യാപാര ഉപരോധങ്ങളും ഏർപ്പെടുത്തുക. മുൻപ് സ്റ്റാർമറുടെ നേതൃത്വത്തിൽ ഗാസ വിഷയത്തിൽ പാർട്ടി സ്വീകരിച്ച നിലപാടുകളിൽ ബേണാം ക്ഷമാപണം നടത്തിയിരുന്നുവെങ്കിലും വംശഹത്യ എന്ന വാക്കുപയോഗിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. വംശഹത്യയാണോ എന്ന അന്താരാഷ്ട്ര കോടതികളാണ് തീരുമാനിക്കേണ്ടതെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. 100-ലധികം മുൻ നയതന്ത്രജ്ഞരും ലേബർ പാർട്ടിയിലെ മുതിർന്ന അംഗങ്ങളും ഇസ്രയേലിനെതിരെ കർശന നടപടിയെടുക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. UK ജനിച്ചവർക്കും കുട്ടികളുള്ള 35 വയസ്സിന് താഴെയുള്ള വിവാഹിതരായ ദമ്പതികൾക്കും സോഷ്യൽ ഹൗസിംഗിൽ മുൻഗണനാ പട്ടികയിൽ മുന്നിൽ സ്ഥാനം നൽകും. ഇതിലൂടെ വിദേശത്ത് ജനിച്ച ബ്രിട്ടീഷ് പൗരന്മാർക്ക് വീടുകൾ ലഭിക്കാൻ കൂടുതൽ കാലം കാത്തിരിക്കേണ്ടി വരും. അതേസമയം ബ്രിട്ടീഷ് മാതാപിതാക്കൾ താൽക്കാലികമായി വിദേശത്തായിരിക്കുമ്പോൾ ജനിച്ചവരെ ഈ പുതിയ നിയന്ത്രണത്തിൽ നിന്ന് ഒഴിവാക്കും. തിങ്കളാഴ്ച റിഫോം UK പ്രഖ്യാപിക്കുന്ന നിർദ്ദേശങ്ങൾ പ്രകാരം വിദേശത്ത് ജനിച്ച ബ്രിട്ടീഷ് പൗരന്മാർക്ക് സോഷ്യൽ ഹൗസിംഗിനായി കൂടുതൽ സമയം കാത്തിരിക്കേണ്ടി വരും. ലണ്ടനിൽ നടക്കുന്ന പത്രസമ്മേളനത്തിൽ നിക്കൽ ഫെറേജിന്റെ പാർട്ടി നയം പ്രഖ്യാപിക്കും. ഈ നയം പ്രകാരം UK ജനിച്ചവർക്കും കുട്ടികളുള്ള യുവ വിവാഹിതരായ ദമ്പതികൾക്കും സാമൂഹിക ഭവന നിർമ്മാണത്തിന് മുൻഗണന നൽകും. വിദേശ പൗരന്മാരെ സോഷ്യൽ ഹൗസിംഗിൽ നിന്ന് നിരോധിക്കുമെന്ന് പാർട്ടി മുൻപ് പറഞ്ഞിരുന്നു. അതായത് പുതിയ നയം വിദേശത്ത് ജനിച്ചവരെക്കാൾ UK ജനിച്ച ബ്രിട്ടീഷുകാർക്ക് പ്രത്യേകമായി മുൻഗണന നൽകുന്നു. നിലവിൽ 1.3 ദശലക്ഷത്തോളം ആളുകൾ സോഷ്യൽ ഹൗസിംഗിനായി കാത്തിരിക്കുന്നുണ്ടെന്നും ഈ സംവിധാനം UK യുവ തൊഴിലാളികൾക്ക് പ്രയോജനകരമാണെന്നും റിഫോം UK ഡെപ്യൂട്ടി നേതാവ് റിച്ചാർഡ് ടൈസ് വ്യക്തമാക്കി. ദേശീയതയെയും പ്രായത്തെയും അടിസ്ഥാനമാക്കി മുൻഗണന നിശ്ചയിക്കുന്നത് സമൂഹത്തിലെ നിർധനരായ ആളുകളെയും അടിയന്തരമായി സഹായം ആവശ്യമുള്ളവരെയും സാരമായി ബാധിക്കുമെന്ന് ഷെൽട്ടർ പോലുള്ള ചാരിറ്റി സംഘടനകൾ മുന്നറിയിപ്പ് നൽകി. ബ്രിട്ടനിലെ ഭവനവില പല ഭാഗങ്ങളിലും ബൂമിംഗ് രേഖപ്പെടുത്തി. നോർത്ത് മേഖലയിലാണ് വില വർധനവ് ഏറ്റവും കൂടുതൽ പ്രകടമായി വരുന്നത്. അതേസമയം തലസ്ഥാനമായ ലണ്ടനിൽ തങ്ങളുടെ പ്രോപ്പർട്ടികളുടെ മൂല്യം ആയിരക്കണക്കിന് പൗണ്ട് താഴേക്ക് പോകുന്നതിന് സാക്ഷികളാവുകയാണ് ഭവന ഉടമകൾ. ജൂൺ മാസത്തിൽ UK ഭവനവില 2% വർദ്ധിച്ചതായി നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് സ്ഥിരീകരിച്ചു. ശരാശരി ഭവനങ്ങളുടെ മൂല്യത്തിലേക്ക് 5392 പൗണ്ടാണ് കൂട്ടിച്ചേർക്കപ്പെട്ടത്. ഇതോടെ ശരാശരി പ്രോപ്പർട്ടി വില 2,72,188 പൗണ്ടിലേക്ക് എത്തിയെന്ന് ONS കണക്കാക്കുന്നു.
മെയ് മുതൽ ജൂൺ വരെ വില 0.1% ഉയർന്നു. ഇതോടെ ജീവിത ചെലവ് പ്രതിസന്ധി ഘട്ടത്തിലും വിപണി ശക്തമായി നിലകൊള്ളുന്നുവെന്നാണ് വ്യക്തമാക്കുന്നത്. ഇംഗ്ലണ്ടിൽ വിൽക്കപ്പെടുന്ന വീടുകളുടെ എണ്ണത്തിലും ചെറിയ വർധന രേഖപ്പെടുത്തി. അതേസമയം സ്കോട്ട്ലൻഡിലും വെയിൽസിലും വീട് വിൽപ്പന മന്ദീഭവിച്ചു. സെമി ഡിറ്റാച്ച്ഡ് വീടുകളാണ് ശക്തമായ പ്രകടനം കാഴ്ചവെക്കുന്നത്. ഇവയുടെ വില ഒരു വർഷത്തിനിടെ 3.4% ഉയർന്ന് 2,77,332 പൗണ്ടിലേക്ക് എത്തി. ഡിറ്റാച്ച്ഡ് ഭവനങ്ങൾ ഇപ്പോഴും വില കൂടിയ പ്രോപ്പർട്ടിയായി നിലകൊള്ളുന്നു. 2.3% വില വർദ്ധിച്ച് 4,44,652 പൗണ്ടാണ് ശരാശരി വില. ടെറസ്ഡ് പ്രോപ്പർട്ടികളുടെ വില 3% ഉയർന്ന് 2,30,994 പൗണ്ടിലേക്ക് എത്തി. ഫ്ളാറ്റുകളുടെയും മേസണേറ്റുകളുടെയും വില മാത്രമാണ് കുറഞ്ഞ പട്ടികയിലുള്ളത്. 1.6% താഴ്ന്ന് 1,93,711 പൗണ്ടിലേക്കാണ് ശരാശരി വില താഴ്ന്നത്. UK-യിലെ പവർ പ്ലാന്റ് അടച്ചുപൂട്ടിയ സൈബർ ആക്രമണത്തിന് പിന്നിൽ ഇറാനുമായി ബന്ധമുള്ള ഹാക്കർമാരാണെന്ന് റിപ്പോർട്ട്. ബ്രിട്ടീഷ് താവളങ്ങൾ ഉപയോഗിക്കാൻ US-ന് അനുമതി നൽകിയതിന് UK-യോടുള്ള പ്രതികാരമായി ടെഹ്റാൻ നടത്തിയ ആക്രമണത്തിന്റെ തീവ്രത ഈ സംഭവം സൂചിപ്പിക്കുകയാണ്. സംഭവത്തെ തുടർന്ന് UK-യിലെ ഒരു ചെറുകിട ഊർജ്ജ ജനറേറ്ററിന്റെ പ്രവർത്തനം 4 ദിവസത്തേക്ക് താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നു. UK-യിലെ സൈനിക താവളങ്ങൾ ഉപയോഗിച്ച് ടെഹ്റാനെതിരെ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താൻ US സൈന്യത്തിന് അനുമതി നൽകിയതിനുള്ള പ്രതികാരമായാണ് ഈ ആക്രമണം കരുതപ്പെടുന്നത്. ആക്രമണം ഒരു ചെറിയ ജനറേറ്ററിനെ മാത്രമാണ് ബാധിച്ചത്. രാജ്യത്തെ പ്രധാന ഊർജ്ജ ശൃംഖലയ്ക്കോ സംവിധാനങ്ങൾക്കോ ഒരു ഘട്ടത്തിലും അപകട സാധ്യത ഉണ്ടായിട്ടില്ല എന്ന് ഡിപ്പാർട്ട്മെന്റ് ഫോർ എനർജി സെക്യൂരിറ്റി ആൻഡ് നെറ്റ് സീറോ അറിയിച്ചു. നാഷണൽ സൈബർ സെക്യൂരിറ്റി സെന്റർ നൽകുന്ന വിവരമനുസരിച്ച് റഷ്യ, ചൈന, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ആക്രമണകാരികൾ UK-യുടെ പ്രധാന അടിസ്ഥാന സൗകര്യങ്ങൾക്കും സേനകൾക്കും നേരെ സൈബർ ഭീഷണികൾ ഉയർത്തുന്നുണ്ട്. പബ്ബുകൾക്കും ഹോട്ടലുകൾക്കും ബിസിനസ് നിരക്ക് മൂല്യനിർണ്ണയം കൂടുതൽ ന്യായമാക്കുമെന്ന ഉറപ്പുമായി UK സർക്കാർ. ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും പബ്ബുകൾ, ഹോട്ടലുകൾ തുടങ്ങിയ ഹോസ്പിറ്റാലിറ്റി ബിസിനസ്സുകൾക്കായുള്ള ബിസിനസ് നിരക്ക് മൂല്യനിർണ്ണയ സംവിധാനം കൂടുതൽ ന്യായമാക്കുമെന്ന് സർക്കാർ വാഗ്ദാനം ചെയ്തു. ഈ സ്വതന്ത്ര അവലോകനം നടക്കുന്നത് ബിസിനസ് റേറ്റ് സ്പെഷ്യലിസ്റ്റായ ജെറി ഷുർഡറിന്റെ നേതൃത്വത്തിലാണ്. 2027 മാർച്ച് അവസാനത്തോടെ ഈ റിപ്പോർട്ട് ട്രഷറിക്ക് സമർപ്പിക്കും. 2029 നടക്കാനിരിക്കുന്ന അടുത്ത പുനർമൂല്യനിർണ്ണയത്തിന് മുന്നോടിയായിട്ടായിരിക്കും പുതിയ മാറ്റങ്ങൾ നടപ്പിലാക്കുന്നത്. ഈ വർഷത്തെ നിലവിലുള്ള നിരക്കുകളെ ഇത് ബാധിക്കില്ല. കോവിഡ് കാലത്തെ ഇളവുകൾ അവസാനിച്ചതിനും പുതിയ മൂല്യനിർണ്ണയങ്ങൾ വന്നതിനും ശേഷം ഉയർന്ന നികുതി ബില്ലുകൾ കാരണം നിരവധി പബ്ബുകളും ഹോട്ടലുകളും കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണ്. ഉയർന്ന ഊർജ്ജ ഭക്ഷ്യ ബില്ലുകളും ഇവരെ ബാധിച്ചിട്ടുണ്ട്. UK ഹോസ്പിറ്റാലിറ്റി, ബ്രിട്ടീഷ് ബിയർ ആൻഡ് പബ് അസോസിയേഷൻ തുടങ്ങിയ സംഘടനകൾ ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്തു. ഹോസ്പിറ്റാലിറ്റി മേഖല നേരിടുന്ന യഥാർത്ഥ വ്യാപാര സാഹചര്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന രീതിയിലാവണം പുതിയ മാറ്റങ്ങളെന്നാണ് അവരുടെ ആവശ്യം. ബിസിനസ് ഉടമകൾ ഇളവുകൾ സ്വാഗതം ചെയ്തിട്ടുണ്ടെങ്കിലും മുഴുവൻ ബിസിനസ് നിരക്കുകളും പരിഷ്കരിക്കണമെന്ന് വ്യവസായം ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഉയർന്ന നികുതി, വേതനം, ഊർജ്ജം, ഭക്ഷ്യവസ്തുക്കൾ എന്നിവയുടെ വിലകൾ കാരണം ഈ വർഷം ബ്രിട്ടനിലുടനീളം ഒരു ദിവസം 2 പബ്ബുകൾ അടച്ചുപൂട്ടുമെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. UK-യിലെ ഉൽപാദനക്ഷമത ഔദ്യോഗിക വിവരങ്ങളിൽ കണക്കാക്കിയതിനേക്കാൾ വേഗത്തിൽ വളരുന്നതായി തിങ്ക് ടാങ്ക് വിശകലനം സൂചിപ്പിക്കുന്നു. 2008-ലെ ആഗോള സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിച്ച തിരിച്ചടികളിൽ നിന്ന് ബ്രിട്ടന്റെ സമ്പദ്വ്യവസ്ഥ ഒടുവിൽ കരകയറുന്നു എന്നതിന്റെ സൂചനയാണ് ഇത്. സാമ്പത്തികാരോഗ്യത്തിന്റെ ഒരു സുപ്രധാന അളവുകോലായ UK-യിലെ ഉൽപാദനക്ഷമത ഔദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നതിനേക്കാൾ ശക്തമായി വളരുകയാണെന്ന് റെസല്യൂഷൻ ഫൗണ്ടേഷന്റെ വിശകലനം. ഓരോ തൊഴിലാളിയും ഉൽപ്പാദിപ്പിക്കുന്ന സാമ്പത്തിക ഉൽപാദനത്തെയാണ് ഉൽപാദനക്ഷമത അളക്കുന്നത്. കൂടാതെ വളർച്ചയുടെ നിർണായക ഘടകവുമാണ്. വ്യാപകമായി പരാമർശിക്കപ്പെടുന്ന ലേബർ ഫോഴ്സ് സർവേക്ക് പകരം തൊഴിൽ ശക്തിയുടെ കൂടുതൽ കൃത്യമായ വിവരങ്ങൾ അടിസ്ഥാനമാക്കിയാണ് റെസല്യൂഷൻ ഫൗണ്ടേഷൻ ഈ നിഗമനത്തിലെത്തിയത്. കുറഞ്ഞ വൈദഗ്ധ്യമുള്ള ജോലികൾ ആളുകൾ ഉപേക്ഷിച്ചതുകൊണ്ടോ കൃത്രിമ ബുദ്ധിയുടെ ആവിർഭാവം കൊണ്ടോ മാത്രമല്ല ഈ വളർച്ച. പകരം നിലവിലുള്ള തൊഴിലാളികൾ അതേ മേഖലകളിൽ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതാണ് ഇതിന് പ്രധാന കാരണം. 2026-ന്റെ ആദ്യ പകുതിയിൽ G7 രാജ്യങ്ങളിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയായി UK മാറിയെന്ന സമീപകാല ഔദ്യോഗിക വിവരങ്ങൾക്ക് പിന്നാലെയാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകാലത്തെ പ്രധാന നയങ്ങളിലൊന്നായ ഊർജ്ജതന്ത്രം ഒരു പരാജയമായിരുന്നുവെന്ന് വിലയിരുത്തുന്ന റിപ്പോർട്ട് പുറത്ത്. എണ്ണ വ്യവസായത്തിൽ ട്രംപ് നടത്തിയ വലിയ പന്തയം പൂർണ്ണമായും തിരിച്ചടിച്ചുവെന്നാണ് ചെക്സ് ആൻഡ് ബാലൻസ് എന്ന ന്യൂസ് ലെറ്ററിൽ US എഡിറ്ററായ ഷാർലറ്റ് ഹോവാർഡ് വ്യക്തമാക്കുന്നത്. ട്രംപിന്റെ സുപ്രധാന നയങ്ങളിൽ ഒന്നിന്റെ അടിത്തറയെ ചോദ്യം ചെയ്യുന്ന നിരീക്ഷണമാണ് പുറത്തു വന്നിരിക്കുന്നത്. എണ്ണ വ്യാപാരത്തിൽ ട്രംപ് നടത്തിയ വലിയ പന്തയം പൂർണ്ണമായും തിരിച്ചടിച്ചുവെന്നും ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകാലത്തെ പ്രധാന നയങ്ങളിലൊന്നായ ഊർജ്ജതന്ത്രം ഒരു പരാജയമായിരുന്നുവെന്നും വിലയിരുത്തുന്ന റിപ്പോർട്ട് പുറത്ത്. ട്രംപിന്റെ ഊർജ്ജ നയത്തിന്റെ ഫലപ്രാപ്തിയെക്കുറിച്ചുള്ള ഗൗരവമേറിയ ചർച്ചകൾക്ക് തുടക്കമിടുന്നതാണ് ഷാർലറ്റ് ഹോവാർഡിന്റെ വിശകലനം. പ്രസിഡന്റിന്റെ തന്ത്രം പ്രതീക്ഷിച്ച ഫലം നൽകിയില്ല എന്ന് മാത്രമല്ല, അത് പിന്നോട്ട് പോവുകയും ചെയ്തുവെന്നാണ് റിപ്പോർട്ട് അടിവരയിടുന്നത്. ഈ വിശകലനം അമേരിക്കൻ രാഷ്ട്രീയത്തിലും ഊർജ്ജ മേഖലയിലും പുതിയ സംവാദങ്ങൾക്ക് വഴിവെച്ചേക്കാം.
തിരിച്ചടിച്ചു എന്ന പ്രയോഗം കേവലം ഒരു വാക്ക് മാത്രമല്ല, ഒരു പ്രസിഡൻഷ്യൽ തന്ത്രത്തിന്റെ പരാജയത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. ഷാർലറ്റ് ഹോവാർഡ് തന്റെ റിപ്പോർട്ടിൽ പറയാൻ ശ്രമിക്കുന്നത് എണ്ണയെ കേന്ദ്രീകരിച്ചുള്ള ട്രംപിന്റെ നീക്കങ്ങൾ ഒരു ചൂതാട്ടം പോലെയായിരുന്നുവെന്നും എന്നാൽ ആ കളിയിൽ അദ്ദേഹം തോറ്റുപോയി എന്നുമാണ്. ഒരു രാജ്യത്തിന്റെ ഊർജ്ജ നയം എന്നത് അതിന്റെ സാമ്പത്തിക പാരിസ്ഥിതിക ഭാവിയെ നിർണ്ണയിക്കുന്ന നിർണായക ഘടകമാണ്. അതുകൊണ്ട് തന്നെ പ്രസിഡന്റിന്റെ പ്രധാന നയം പരാജയപ്പെട്ടു എന്ന വിശകലനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. US എഡിറ്റർ എന്ന നിലയിൽ ഷാർലറ്റ് ഹോവാർഡിന്റെ നിരീക്ഷണങ്ങൾക്ക് കൂടുതൽ ഗൗരവവും കൈവരുന്നു. ട്രംപിന്റെ നയങ്ങൾ അമേരിക്കൻ എണ്ണ വ്യവസായത്തിന് ഗുണകരമാകുമെന്നായിരുന്നു പൊതുവെയുള്ള ധാരണ. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ചിത്രമാണ് ഈ റിപ്പോർട്ട് നൽകുന്നത്. ചുരുക്കത്തിൽ, ചെക്സ് ആൻഡ് ബാലൻസ് ന്യൂസ് ലെറ്ററിലെ ഈ ലേഖനം ട്രംപിന്റെ ഊർജ്ജ നയത്തെക്കുറിച്ചുള്ള ലളിതമായ ഒരു റിപ്പോർട്ടിംഗല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ ഭരണപരമായ തീരുമാനങ്ങളുടെയും തന്ത്രപരമായ നീക്കങ്ങളുടെയും പരാജയത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ഒരു വിചാരണയാണ്. ഈ വാദങ്ങൾ വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുമെന്ന് ഉറപ്പാണ്. അമേരിക്കയിലെ മെയിൽ ഇൻ വോട്ടിംഗ് സംവിധാനത്തിൽ കൂടുതൽ പരിശോധനാ നടപടികൾ കൊണ്ടുവരാൻ US പോസ്റ്റൽ സർവീസ് നീക്കം. മെയിൽ വഴി വോട്ട് ചെയ്യുന്നവരുടെ വിവരങ്ങൾ പ്രത്യേക ബാർകോഡുമായി ബന്ധിപ്പിച്ച് ഫെഡറൽ സംവിധാനത്തിൽ രേഖപ്പെടുത്തുന്ന തരത്തിലാണ് പുതിയ ചട്ടം. എന്നാൽ നിലവിലുള്ള കോടതി വിലക്ക് നീങ്ങുന്നതുവരെ നിയമം പ്രാബല്യത്തിൽ വരില്ല. കോടതി അനുമതി ലഭിച്ചാൽ ഉടൻ തന്നെ മാറ്റങ്ങൾ നടപ്പാക്കുമെന്ന് USPS വ്യക്തമാക്കുന്നു. അമേരിക്കയിലെ മെയിൽ ഇൻ വോട്ടിംഗ് സംവിധാനത്തിൽ കൂടുതൽ പരിശോധനാ നടപടികൾ കൊണ്ടുവരാൻ US പോസ്റ്റൽ സർവീസ് നീക്കം. മെയിൽ വഴി വോട്ട് ചെയ്യുന്നവരുടെ വിവരങ്ങൾ പ്രത്യേക ബാർകോഡുമായി ബന്ധിപ്പിച്ച് ഫെഡറൽ സംവിധാനത്തിൽ രേഖപ്പെടുത്തുന്ന തരത്തിലാണ് പുതിയ ചട്ടം. പുതിയ സംവിധാന പ്രകാരം ഓരോ മെയിൽ ബാലറ്റിനും വോട്ടറുടെ പേര്, വീട്ടുവിലാസം തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങൾ ഉൾപ്പെടുന്ന പ്രത്യേക ബാർകോഡ് നൽകണം. ബാലറ്റ് തപാൽ ശൃംഖലയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് അധികൃതർ ഈ വിവരങ്ങൾ ഫെഡറൽ ബാലറ്റ് മെയിൽ പോർട്ടലിൽ രേഖപ്പെടുത്തുകയും വേണം. ചട്ടം പാലിക്കാത്ത സംസ്ഥാനങ്ങളിലേക്ക് മെയിൽ ബാലറ്റുകൾ വിതരണം ചെയ്യില്ല എന്ന USPS നിലപാടാണ് നിർദ്ദേശത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗം. തിരഞ്ഞെടുപ്പ് സുരക്ഷയും അഴിമതി തടയലും ചൂണ്ടിക്കാട്ടിയാണ് ഭരണകൂടം വോട്ടർ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായുള്ള നീക്കങ്ങൾ ശക്തമാക്കിയത്. എന്നാൽ സംസ്ഥാനങ്ങളുടെ നിയന്ത്രണത്തിലുള്ള തിരഞ്ഞെടുപ്പ് സംവിധാനത്തിലെ വിവരങ്ങൾ ഫെഡറൽ തലത്തിൽ കേന്ദ്രീകരിക്കുന്നത് ഭരണഘടനാപരമായ ആശങ്കകൾ ഉയർത്തുന്നുണ്ട്. വോട്ടർ പട്ടികയിൽ ആരെ ഉൾപ്പെടുത്തണം, ആരാണ് വോട്ട് ചെയ്യാൻ യോഗ്യൻ തുടങ്ങിയ കാര്യങ്ങളിൽ ഫെഡറൽ ഭരണകൂടത്തിന് കൂടുതൽ സ്വാധീനം ലഭിക്കാനുള്ള സാധ്യതയാണ് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നത്. വോട്ടർ വിവരങ്ങളുടെ കേന്ദ്രീകരണം ഭാവിയിൽ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെയും വോട്ടർമാരുടെ ഘടനയെയും സ്വാധീനിക്കാൻ അധികാരം നൽകുമെന്ന ആശങ്കയും ഉയരുന്നു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ മെയിൽ ഇൻ ബാലറ്റുമായി ബന്ധപ്പെട്ട് കൂടുതൽ കടുത്ത നടപടികൾ ആവശ്യപ്പെട്ടിരുന്നു. സോഷ്യൽ സെക്യൂരിറ്റി, കുടിയേറ്റ രേഖകൾ തുടങ്ങിയ ഫെഡറൽ ഡേറ്റാബേസുമായി ബന്ധപ്പെടുത്തി സംസ്ഥാനതല വോട്ടർ പൗരത്വ പട്ടികകൾ തയ്യാറാക്കുക, ഏകീകൃത ബാലറ്റ് സംവിധാനം കൊണ്ടുവരിക തുടങ്ങിയ നിർദ്ദേശങ്ങൾ അതിലുണ്ടായിരുന്നു. അമേരിക്കയും ഇസ്രയേലും ഇറാനെതിരായ സൈനിക നടപടി ആരംഭിച്ചതിന് പിന്നാലെ രൂപപ്പെട്ട സംഘർഷം നിർണായക വഴിത്തിരിവിലേക്ക് നീങ്ങുന്നതായി US ഹൗസ് സ്പീക്കർ മൈക്ക് ജോൺസന്റെ വാക്കുകൾ. യുദ്ധം ഉടൻ തന്നെ പുതിയ ഘട്ടത്തിലേക്ക് കടക്കുമെന്നും സഖ്യരാജ്യങ്ങൾ അടുത്ത ഘട്ടത്തിൽ അമേരിക്കയെ സഹായിക്കുമെന്നും ജോൺസൺ വ്യക്തമാക്കിയതോടെ നിലവിലെ വെടിനിർത്തൽ എത്രത്തോളം നിലനിൽക്കുമെന്ന ചോദ്യവും ശക്തമാവുകയാണ്. അമേരിക്കയും ഇസ്രയേലും ഇറാനെതിരായ സൈനിക നടപടി ആരംഭിച്ചതിന് പിന്നാലെ രൂപപ്പെട്ട സംഘർഷം നിർണായക വഴിത്തിരിവിലേക്ക് നീങ്ങുന്നതായി US ഹൗസ് സ്പീക്കർ മൈക്ക് ജോൺസന്റെ വാക്കുകൾ. ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് ജോൺസന്റെ നിർണായക പരാമർശങ്ങൾ. ഇറാന്റെ ആണവായുധ ശേഷി ഇല്ലാതാക്കുക എന്നത് മുൻ അമേരിക്കൻ ഭരണകൂടങ്ങളുടെ എല്ലാം ദീർഘകാല ലക്ഷ്യമായിരുന്നുവെന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അത് നടപ്പാക്കുകയാണ് ചെയ്തതെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. പാമ്പിന്റെ തല വെട്ടിമാറ്റിയെന്ന ജോൺസന്റെ പ്രയോഗം സംഘർഷത്തിന്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കടുത്ത നിലപാടാണ് വ്യക്തമാക്കുന്നത്. അടുത്ത ഘട്ടത്തിൽ അമേരിക്കയുടെ സഖ്യരാജ്യങ്ങൾ കൂടി സജീവമായി രംഗത്തെത്തുമെന്ന സൂചനയാണ് ജോൺസൺ നൽകുന്നത്. ഇത് യുദ്ധം അവസാനിപ്പിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങൾക്ക് പകരം കൂടുതൽ വിപുലമായ സൈനിക സാമ്പത്തിക സമ്മർദ്ദത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത ഉയർത്തുന്നു. അതേസമയം ഇറാനുമായുള്ള ചർച്ചകളിൽ വിശ്വാസക്കുറവാണ് പ്രധാന വെല്ലുവിളിയെന്ന് ജോൺസൺ പറയുന്നു. ചർച്ചാമേശയുടെ മറുവശത്തുള്ള ഇറാനിയൻ നേതൃത്വത്തെ വിശ്വസിക്കാനാകില്ല എന്ന നിലപാട് അമേരിക്കയുടെ തുടർനയത്തിൽ നിർണായകമാകാം. ലോകത്തെ ഊർജ്ജ വിപണിക്ക് നിർണായകമായ ഹോർമൂസ് കടലിടുക്ക് സംഘർഷത്തിന്റെ ഏറ്റവും വലിയ സമ്മർദ്ദ കേന്ദ്രമായി തുടരുകയാണ്. എണ്ണയുടെ നീക്കം തുടരുന്നുണ്ടെന്ന് ജോൺസൺ അവകാശപ്പെട്ടുവെങ്കിലും കടലിടുക്കിനെ ചുറ്റിപ്പറ്റിയുള്ള അനിശ്ചിതത്വം ആഗോള എണ്ണവിലയിലും ഇന്ധനവിലയിലും പ്രതിഫലിക്കുന്നുണ്ട്. അമേരിക്കയിൽ പെട്രോൾ വില ഉയർന്നതും പണപ്പെരുപ്പ സമ്മർദ്ദം വർദ്ധിച്ചതും യുദ്ധത്തിനെതിരായ പൊതുജന രോഷം ശക്തമാക്കുന്ന ഘടകങ്ങളാണ്. ഇറാനെതിരായ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ ആഗോള സമ്പദ് വ്യവസ്ഥയിലും കൂടുതൽ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന ആശങ്കയും നിലനിൽക്കുന്നു. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 130.57 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.17 യൂറോ. ഒരു US ഡോളർ 95.72 ഇന്ത്യൻ രൂപ. ഒരു യൂറോ 111.78 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.36 US ഡോളർ. ഒരു കനേഡിയൻ ഡോളർ 69.3 ഇന്ത്യൻ രൂപ. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം നാഷണൽ ന്യൂസ്. നമസ്കാരം, നാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം.
ഛത്തീസ്ഗഡിലെ ഇന്ദിരാഗാന്ധി കാർഷിക സർവകലാശാലയിൽ കൂടുതൽ ചോദ്യപേപ്പറുകൾ ചോർന്നതായി കണ്ടെത്തൽ. BSc അഗ്രികൾച്ചർ 1ാം വർഷ പ്ലാന്റ് പത്തോളജി പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് ചോർന്നത്. പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ചോദ്യപേപ്പർ ചോർന്നതായി സ്ഥിരീകരിച്ചത്. ഇതോടെ ഓഗസ്റ്റ് 7 നടന്ന പ്ലാന്റ് പത്തോളജി പരീക്ഷ സർവകലാശാല റദ്ദാക്കി. ഛത്തീസ്ഗഡിലെ ഇന്ദിരാഗാന്ധി കാർഷിക സർവകലാശാലയിൽ കൂടുതൽ ചോദ്യപേപ്പറുകൾ ചോർന്നതായി കണ്ടെത്തിയതിനെ തുടർന്ന് BSc അഗ്രികൾച്ചർ 1ാം വർഷ പ്ലാന്റ് പത്തോളജി പരീക്ഷ സർവകലാശാല റദ്ദാക്കി. നേരത്തെ കാർഷിക സർവകലാശാലയുടെ BSc 2ാം വർഷ പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നത് വലിയ വിവാദമായിരുന്നു. സംഭവത്തിൽ കോളേജ് പ്രൊഫസറും 5 വിദ്യാർത്ഥികളും പോലീസിന്റെ പിടിയിലായിരുന്നു. ഇതിനു പിന്നാലെ പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് കൂടുതൽ ചോദ്യപേപ്പറുകൾ ചോർന്നതായി കണ്ടെത്തിയത്. ദുർഗിലെ ഭാരതി അഗ്രികൾച്ചർ കോളേജിലെ പ്രൊഫസറായ യോഗേഷ് സോങ്കേസരിയെ ആണ് ചോദ്യപേപ്പർ ചോർച്ചയിൽ അറസ്റ്റിലായ അധ്യാപകൻ. ഇയാൾ തന്നെയാണ് തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരനെന്നും പോലീസ് പറഞ്ഞു. ചോദ്യപേപ്പറുകളും ഉത്തരക്കടലാസുകളും സൂക്ഷിക്കാനുള്ള ചുമതല പ്രതിക്കായിരുന്നു. ഇത് മുതലെടുത്ത ഇയാൾ എൻഡോസ്കോപ്പി ക്യാമറയടക്കം ഉപയോഗിച്ചാണ് കവർ പൊട്ടിക്കാതെ ചോദ്യപേപ്പറിന്റെ ചിത്രങ്ങൾ പകർത്തിയത്. പിന്നീട് ഈ ചോദ്യപേപ്പർ 11,000 രൂപയ്ക്ക് വിദ്യാർത്ഥികൾക്ക് വിൽക്കുകയായിരുന്നു. മഹാരാഷ്ട്രയിലെ അമരാവതി ജില്ലാ ആശുപത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ 3 നവജാത ശിശുക്കൾ മരിച്ചു. ഇന്ന് പുലർച്ചെ 3:30 അപകടമുണ്ടായത്. ആശുപത്രിയുടെ 3ാം നിലയിലുള്ള സ്പെഷ്യൽ ന്യൂബോൺ കെയർ യൂണിറ്റിൽ വെന്റിലേറ്റർ പൊട്ടിത്തെറിച്ചാണ് തീപിടുത്തമുണ്ടായത്. അപകട സമയത്ത് വാർഡിൽ 39 നവജാത ശിശുക്കൾ ഉണ്ടായിരുന്നു. പുകയും തീയും പടർന്നതോടെ ഡോക്ടർമാരും നഴ്സുമാരും മറ്റ് ജീവനക്കാരും ചേർന്ന് കുഞ്ഞുങ്ങളെ വേഗത്തിൽ പുറത്തെത്തിച്ചു. മഹാരാഷ്ട്രയിലെ അമരാവതിയിൽ ജില്ലാ ആശുപത്രിയിൽ തീപിടുത്തം. അപകടത്തിൽ 3 നവജാത ശിശുക്കൾ മരിച്ചു. പുലർച്ചെ 3:30 ആശുപത്രിയുടെ 3ാം നിലയിലെ വെന്റിലേറ്റർ പൊട്ടിത്തെറിച്ചതിനെ തുടർന്നാണ് തീപിടുത്തമുണ്ടായതെന്നാണ് റിപ്പോർട്ട്. ഗുരുതരമായ പൊള്ളലേറ്റും പുക ശ്വസിച്ചുമാണ് കുഞ്ഞുങ്ങൾ മരിച്ചത്. സംഭവം നടക്കുമ്പോൾ NICUവിൽ 39 നവജാത ശിശുക്കൾ ഉണ്ടായിരുന്നു. തീപിടുത്തം ഉണ്ടായതിന് പിന്നാലെ ആശുപത്രി ജീവനക്കാർ കുഞ്ഞുങ്ങളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. 6 കുഞ്ഞുങ്ങൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റി. പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ മൗനം തുടരുകയാണ്. സമ്മേളനത്തെ സംബന്ധിച്ച് ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ലെങ്കിലും സെപ്റ്റംബർ പകുതിയോടെ പുതിയ സിറ്റിംഗ് ഉണ്ടായേക്കുമെന്ന അനൌദ്യോഗിക റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. വനിതാ സംവരണ ബില്ലിന്റെ തുടർന്നുള്ള നിയമനിർമ്മാണ നടപടികളിൽ സർക്കാരിന്റെ അടുത്ത നീക്കം എന്തായിരിക്കുമെന്ന ആകാംക്ഷയിലാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഉള്ളത്. പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ മൗനം തുടരുകയാണ്. വനിതാ സംവരണ ബില്ലിന്റെ തുടർന്നുള്ള നിയമനിർമ്മാണ നടപടികളിൽ സർക്കാരിന്റെ അടുത്ത നീക്കം എന്തായിരിക്കുമെന്ന ആകാംക്ഷയിലാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഉള്ളത്. സർക്കാരിന്റെ നീക്കം അറിഞ്ഞ ശേഷം തുടർ നടപടികൾ തീരുമാനിക്കാമെന്ന നിലപാടിലാണ് കോൺഗ്രസ്. ഇതോടൊപ്പം കേന്ദ്ര മന്ത്രിസഭാ വിപുലീകരണത്തെക്കുറിച്ചുള്ള ചർച്ചകളും രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ സജീവമാണ്. ഇതിന്റെ ഭാഗമായി അകാലിദൾ നേതാവ് ഹർസിമ്രത് കൗർ ബാദൽ, ശിവസേനയുടെ ശ്രീകാന്ത് ഷിൻഡെ, ആം ആദ്മി പാർട്ടി നേതാവ് രാഘവ് ചന്ദ എന്നിവരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുകയോ പുതിയ പദവികൾ നൽകുകയോ ചെയ്തേക്കുമെന്ന ഊഹാപോഹങ്ങളും വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരായ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണത്തിൽ മറുപടി പറയേണ്ടതില്ല എന്ന തീരുമാനത്തിൽ CPIയെ കൂടുതൽ പ്രകോപിപ്പിക്കേണ്ടതില്ല എന്നാണ് CPIM ആലോചന. ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണത്തിൽ CPIMന് അതൃപ്തിയുണ്ട്. എന്നാൽ പാർട്ടി മറുപടി പറയേണ്ടതില്ല എന്നും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പിണറായി വിജയൻ തന്നെ മറുപടി പറയട്ടെ എന്നുമാണ് CPIM നിലപാട്. CPIയെ കൂടുതൽ പ്രകോപിപ്പിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരായ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണത്തിൽ മറുപടി പറയേണ്ടതില്ല എന്ന തീരുമാനത്തിൽ CPI അനുനയിപ്പിക്കാൻ CPIM മുൻകൈ എടുക്കേണ്ടതില്ല എന്നാണ് തീരുമാനം. വിഷയം അടുത്ത CPIM സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യും. ഓണക്കാലമായതിനാൽ ചൊവ്വാഴ്ചത്തെ പതിവ് സെക്രട്ടേറിയറ്റ് നാളെ ഉണ്ടാവില്ല. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം CPIമിനാണെന്നുള്ളതും ഉപനേതാവിന്റെ പേരുള്ള കത്ത് സ്പീക്കർക്ക് വൈകാതെ കൈമാറുമെന്നുമായിരുന്നു പിണറായി വിജയൻ പറഞ്ഞത്. പിന്നാലെ അത്തരമൊരു പ്രസ്താവന പിണറായി വിജയൻ നടത്തിയെങ്കിൽ അത് അദ്ദേഹത്തിന്റെ പദവിക്കും രാഷ്ട്രീയ പക്വതയ്ക്കും നിരക്കാത്ത പ്രസ്താവനയാണെന്ന് ബിനോയ് വിശ്വം മറുപടി പറഞ്ഞതോടെ മുന്നണിയിൽ പ്രതിസന്ധി ഉടലെടുക്കുകയായിരുന്നു. എന്നാൽ പ്രതിപക്ഷ ഉപനേതാവ് പദവിയിൽ കടുത്ത നിലപാടിലേക്ക് CPI കടന്നേക്കും. LDF പരിപാടികളിൽ നിന്നടക്കം വിട്ടുനിൽക്കാനുള്ള ആലോചനയിലാണ് CPI നേതൃത്വം. പാർട്ടിയുടെ അഭിമാനം നഷ്ടപ്പെടുത്തി മുന്നണി എന്ന നിലയിൽ പോകേണ്ട എന്നാണ് നേതൃതലത്തിൽ ഉണ്ടായിരിക്കുന്ന ധാരണ. പിണറായി വിജയന്റെ ശൈലി അംഗീകരിക്കില്ല എന്ന കടുത്ത നിലപാടിലാണ് CPI നേതൃത്വത്തിലെ ഒരു വിഭാഗം. പിണറായി ശൈലിയുടെ ഇര CPIM മാത്രമല്ല CPI കൂടിയാണ് എന്നാണ് ഈ നേതാക്കളുടെ അഭിപ്രായം. വലിയ പരാജയം സംഭവിച്ചിട്ടും പിണറായിയുടെ ശൈലിയിൽ മാറ്റമില്ല എന്നതിന് ഉദാഹരണമാണ് പ്രതിപക്ഷ ഉപനേതാവ് പദവി സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം നടത്തിയ പ്രതികരണമെന്നാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ED കേസ് പ്രതികൾ ഓണം ആഘോഷിച്ച സംഭവത്തിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുമെന്ന് റിപ്പോർട്ട്. സംഭവം നടക്കുമ്പോൾ പോലീസ് സ്റ്റേഷനിലുണ്ടായിരുന്ന 6 പോലീസുകാർക്ക് വീഴ്ചയുണ്ടായി എന്നാണ് പ്രാഥമിക റിപ്പോർട്ട്. സിറ്റി പോലീസ് കമ്മീഷണർ തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് വീഴ്ചയുണ്ടായതായി കണ്ടെത്തിയത്.
തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഇ.ഡി. കേസ് പ്രതികൾ ഓണമാഘോഷിച്ച സംഭവത്തിൽ വീഴ്ച വരുത്തിയ 6 പോലീസുകാർക്കെതിരെ നടപടിയെടുക്കുമെന്ന് റിപ്പോർട്ട്. ഇവർക്കെതിരെ നടപടിയുണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. 6 പോലീസുകാരെയും സ്റ്റേഷൻ ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുമെന്നാണ് വിവരം. ഇ.ഡി. കേസ് പ്രതികൾ ഓണമാഘോഷിച്ചത് സ്റ്റേഷൻ ചുമതല വഹിക്കുന്ന CI ആർ പ്രശാന്തിന്റെ അറിവോടെയെന്ന് കണ്ടെത്തിയിരുന്നു. സ്പെഷ്യൽ ബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിലാണ് വീഴ്ചകൾ കണ്ടെത്തിയത്. വിഷയം അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ DGP തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഇ.ഡി. ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ പ്രതികൾ ഓണാഘോഷത്തിന്റെ ഭാഗമായി കെട്ടിയ ഊഞ്ഞാലിൽ ആടി റീൽസ് ചിത്രീകരിച്ചത് വിവാദമായിരുന്നു. സ്റ്റേഷനിൽ ഒപ്പിടാനെത്തിയ പ്രതികൾ പോലീസുകാർ ധരിച്ച അതേ നിറമുള്ള ഷർട്ട് ധരിച്ചാണ് റീൽസ് ചിത്രീകരിച്ചത്. ഓണാഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കിയ ഊഞ്ഞാലിലാണ് ഇവർ ആടിയത്. പ്രതികൾ സ്റ്റേഷനിൽ ഊഞ്ഞാലാടുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. കണ്ണൂരിലെ പാലത്തായി പീഡന കേസിൽ UDF സർക്കാരിനെ കടന്നാക്രമിച്ച് EK സമസ്ത വിഭാഗത്തിന്റെ മുഖപത്രമായ സുപ്രഭാതം. പാലത്തായി കേസിൽ പ്രതിയായ പത്മരാജന്റെ ശിക്ഷ മരവിപ്പിച്ച കോടതി വിധി സംസ്ഥാന സർക്കാരും പ്രോസിക്യൂഷനും ചോദിച്ചു വാങ്ങിയ പരാജയമാണ് എന്നാണ് സുപ്രഭാതത്തിന്റെ മുഖപ്രസംഗം. പാലത്തായി കേസിൽ പ്രതിയായ പത്മരാജന്റെ ശിക്ഷ മരവിപ്പിച്ച കോടതി വിധി സംസ്ഥാന സർക്കാരും പ്രോസിക്യൂഷനും ചോദിച്ചു വാങ്ങിയ പരാജയമാണെന്ന് കടന്നാക്രമിച്ചുകൊണ്ട് UDF സർക്കാരിനെതിരെ EK സമസ്ത വിഭാഗത്തിന്റെ മുഖപത്രമായ സുപ്രഭാതം. പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നുണ്ടായത് അക്ഷന്തവ്യമായ അലംഭാവമാണ്. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഒരിടപെടലും നടത്തിയിട്ടില്ല. പല കേസുകളിലും ശിക്ഷിക്കപ്പെട്ട പ്രതികളുടെ ജാമ്യ ഹർജിയിൽ കാണാത്ത എന്ത് താൽപര്യമാണ് BJP നേതാവിന്റെ കാര്യത്തിൽ സർക്കാരിനുള്ളതെന്ന് മുഖപ്രസംഗത്തിൽ ചോദിക്കുന്നു. സുപ്രീം കോടതിയെ സമീപിച്ച് ഇരയ്ക്ക് നീതി ഉറപ്പാക്കാൻ സർക്കാർ ഇടപെടണമെന്ന് മുഖപ്രസംഗത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. പാലത്തായിൽ 4ാം ക്ലാസ്സുകാരിയെ പീഡിപ്പിച്ച കേസിലാണ് അധ്യാപകനും BJP നേതാവുമായിരുന്ന പത്മരാജന്റെ ജീവപര്യന്തം തടവ് ശിക്ഷ മരവിപ്പിച്ച് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. തലശ്ശേരി അതിവേഗ പ്രത്യേക കോടതിയുടെ ശിക്ഷാവിധി ചോദ്യം ചെയ്തുള്ള അപ്പീലിലാണ് ഹൈക്കോടതി ശിക്ഷ മരവിപ്പിച്ച് ജാമ്യം അനുവദിച്ചത്. പെൺകുട്ടിയുടെ മൊഴികളിൽ വലിയ പൊരുത്തക്കേടുകളുണ്ടെന്ന വാദത്തിൽ കഴമ്പുണ്ട് എന്നായിരുന്നു ഹൈക്കോടതിയുടെ കണ്ടെത്തൽ. വൈദ്യപരിശോധനാ റിപ്പോർട്ടിലെ വൈരുദ്ധ്യവും കോടതി പരിഗണിച്ചു. തുടർന്നാണ് കർശന വ്യവസ്ഥകളോടെ പ്രതിക്ക് ജാമ്യം അനുവദിച്ചത്. IPL-ലും ആഭ്യന്തര ക്രിക്കറ്റിലും തിളങ്ങി ഇന്ത്യൻ ടീമിലും സാന്നിധ്യമറിയിച്ച ലെഗ് സ്പിന്നർ കാൺ ശർമ്മ എല്ലാ ഫോർമാറ്റുകളിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചു. 38-ാം വയസ്സിലാണ് താരത്തിന്റെ പടിയിറക്കം. ഇന്ത്യക്കായി ഒരു ടെസ്റ്റും 2 ഏകദിനങ്ങളും ഒരു T20യും കളിച്ചിട്ടുള്ള കാൺ ശർമ്മ 2014 നവംബറിലാണ് ഒടുവിൽ രാജ്യാന്തര മത്സരം കളിച്ചത്. 38-ാം വയസ്സിൽ IPL-ലും ആഭ്യന്തര ക്രിക്കറ്റിലും തിളങ്ങി ഇന്ത്യൻ ടീമിലും സാന്നിധ്യം അറിയിച്ച ലെഗ് സ്പിന്നർ കാൺ ശർമ്മ എല്ലാ ഫോർമാറ്റുകളിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചു. എന്റെ ലക്ഷ്യസ്ഥാനം എത്തിക്കഴിഞ്ഞു. എനിക്കിപ്പോൾ 38 വയസ്സായി. ഇനി കളിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് ഞാൻ കരുതുന്നു. ഞാൻ കൂടുതൽ കളിക്കുന്നതിനനുസരിച്ച് ടീമിലെ ഒരു യുവതാരത്തിന്റെ അവസരമായിരിക്കും ഇല്ലാതാകുന്നത്. ഇനി ഒരിക്കലും ഇന്ത്യൻ ടീമിലേക്ക് ഒരു വിളി വരില്ല എന്ന ബോധ്യമുള്ളപ്പോൾ കളിയിൽ തുടരുന്നതിൽ അർത്ഥമില്ല. അതിനാൽ ഞാൻ എന്റെ കുടുംബത്തോടും സുഹൃത്തുക്കളോടും സംസാരിച്ചു. ഇതാണ് ശരിയായ സമയമെന്ന് അവരും പറഞ്ഞു എന്ന് കാൺ ശർമ്മ പറഞ്ഞു. UP-യിലെ മീററ്റ് സ്വദേശിയായ കാൺ 2014-ലാണ് ഇന്ത്യക്കായി അരങ്ങേറ്റം കുറിച്ചത്. ഓസ്ട്രേലിയക്കെതിരെ അഡ്ലെയ്ഡിലായിരുന്നു താരത്തിന്റെ ഏക ടെസ്റ്റ് മത്സരം. ഇംഗ്ലണ്ടിനെതിരെ ബർമിംഗ്ഹാമിൽ ഒരു T20യും കളിച്ചു. അതേ വർഷം തന്നെ ശ്രീലങ്കയ്ക്കെതിരെയാണ് കാൺ തന്റെ 2 ഏകദിന മത്സരങ്ങൾ കളിച്ചത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്വന്തമായി ദീർഘദൂര മിസൈലുകൾ നിർമ്മിക്കാനുള്ള ഉക്രൈനിന്റെ ശേഷി ബ്രിട്ടൻ വർദ്ധിപ്പിക്കുമെന്ന് ആന്റി ബേണാം. യുക്രൈനിലേക്ക് നടത്തുന്നത് പ്രധാനമന്ത്രിയായ ശേഷമുള്ള ബേണാമിന്റെ ആദ്യ വിദേശ സന്ദർശനം. യുക്രൈനിന് സ്വന്തമായി ദീർഘദൂര മിസൈലുകൾ നിർമ്മിക്കാൻ സഹായിക്കുന്നതിനായി ആംഗ്ലോ ഫ്രഞ്ച് സ്റ്റോം ഷാഡോ മിസൈലുകളിലെ UK നിർമ്മിത ഘടകങ്ങളെക്കുറിച്ചുള്ള രഹസ്യ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ബ്രിട്ടൻ തയ്യാറാണെന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുമെന്ന് സൂചന. ബേണാം കീവിലേക്ക് പോകുന്നത് യുക്രൈനിന്റെ 35-ാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ. യുക്രൈനിൽ ദീർഘദൂര മിസൈലുകളുടെ അസംബ്ലി ലൈനുകൾ സ്ഥാപിക്കാൻ ഫ്രാൻസിനെ സഹായിക്കുമെന്നും UK അറിയിക്കുന്നു. ബ്രിട്ടന്റെ സഹായങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാക്കിയിട്ടുണ്ടെന്ന ശക്തമായ വിമർശനം ഉന്നയിച്ച് റഷ്യ. UK-യിലെ പ്രധാനമന്ത്രി ആന്റി ബേണാമിന് പാർട്ടിയിലെ വിവിധ ഗ്രൂപ്പുകളിൽ നിന്ന് കടുത്ത സമ്മർദ്ദം നേരിടേണ്ടി വരുമെന്ന് റിപ്പോർട്ട്. നടപടി വരാനിരിക്കുന്ന ലേബർ പാർട്ടി കോൺഫറൻസിൽ ഗാസയിലെ ഇസ്രയേലിന്റെ സൈനിക നടപടികളെ വംശഹത്യയായി ഔദ്യോഗികമായി അംഗീകരിക്കാൻ. മൊമെന്റം, ലേബർ ആൻഡ് പലസ്തീൻ സോളിഡാരിറ്റി ക്യാമ്പയിൻ തുടങ്ങിയ പാർട്ടിയിലെ അടിസ്ഥാന സംഘടനകൾ ഇതിനായി പ്രമേയം അവതരിപ്പിക്കാൻ തയ്യാറെടുക്കുന്നുവെന്ന് സൂചന. ഗാസയിൽ ഇസ്രയേൽ വംശഹത്യ നടത്തിയെന്ന UN അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തലുകൾ സർക്കാർ അംഗീകരിക്കുക, ഇസ്രയേലിന് മേൽ പൂർണ്ണ ആയുധ ഉപരോധവും സമഗ്രമായ വ്യാപാര ഉപരോധങ്ങളും ഏർപ്പെടുത്തുക എന്നീ ആവശ്യങ്ങൾ ശക്തമാകുന്നു. സ്റ്റാർമറുടെ നേതൃത്വത്തിൽ ഗാസ വിഷയത്തിൽ പാർട്ടി സ്വീകരിച്ച നിലപാടുകളിൽ ബേണാം ക്ഷമാപണം നടത്തിയിരുന്നുവെങ്കിലും വംശഹത്യ എന്ന വാക്ക് ഉപയോഗിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. വംശഹത്യയാണോ എന്ന് അന്താരാഷ്ട്ര കോടതികളാണ് തീരുമാനിക്കേണ്ടതെന്ന നിലപാടിൽ ഉറച്ച് ബേണാം. UK-യിൽ ജനിച്ചവർക്കും കുട്ടികളുള്ള 35 വയസ്സിന് താഴെയുള്ള വിവാഹിതരായ ദമ്പതികൾക്കും സോഷ്യൽ ഹൗസിംഗ് മുൻഗണനാ പട്ടികയിൽ
മുന്നിൽ സ്ഥാനം നൽകും. ഇതിലൂടെ വിദേശത്ത് ജനിച്ച ബ്രിട്ടീഷ് പൗരന്മാർക്ക് വീടുകൾ ലഭിക്കാൻ കൂടുതൽ കാലം കാത്തിരിക്കേണ്ടി വരുമെന്ന് സൂചന. ബ്രിട്ടീഷ് മാതാപിതാക്കൾ താൽക്കാലികമായി വിദേശത്തായിരിക്കുമ്പോൾ ജനിച്ചവരെ ഈ പുതിയ നിയന്ത്രണത്തിൽ നിന്ന് ഒഴിവാക്കുമെന്ന് റിപ്പോർട്ട്. വിദേശത്ത് ജനിച്ച ബ്രിട്ടീഷ് പൗരന്മാർക്ക് സോഷ്യൽ ഹൗസിംഗിനായി കൂടുതൽ സമയം കാത്തിരിക്കേണ്ടി വരും. ലണ്ടനിൽ നടക്കുന്ന പത്രസമ്മേളനത്തിൽ നിക്കൽ ഫാരേജിന്റെ പാർട്ടി നയം പ്രഖ്യാപിക്കും. വിദേശ പൗരന്മാരെ സോഷ്യൽ ഹൗസിംഗിൽ നിന്ന് നിരോധിക്കുമെന്ന് പാർട്ടി. ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകാലത്തെ പ്രധാന നയങ്ങളിലൊന്നായ ഊർജ്ജതന്ത്രം ഒരു പരാജയമായിരുന്നുവെന്ന് റിപ്പോർട്ട്. എണ്ണ വ്യവസായത്തിൽ ട്രംപ് നടത്തിയ വലിയ പന്തയം പൂർണ്ണമായും തിരിച്ചടിച്ചുവെന്ന് US എഡിറ്റർ ഷാർലറ്റ് ഹോവാർഡ്. ട്രംപിന്റെ സുപ്രധാന നയങ്ങളിലൊന്നിന്റെ അടിത്തറയെ ചോദ്യം ചെയ്യുന്ന നിരീക്ഷണമാണ് പുറത്തു വന്നിരിക്കുന്നതെന്ന് സൂചന. പ്രസിഡന്റിന്റെ തന്ത്രം പ്രതീക്ഷിച്ച ഫലം നൽകിയില്ല എന്ന് മാത്രമല്ല, അത് പിന്നോട്ട് പോവുകയും ചെയ്തുവെന്നാണ് റിപ്പോർട്ട് അടിവരയിടുന്നത്. ട്രംപിന്റെ നയങ്ങൾ അമേരിക്കൻ എണ്ണ വ്യവസായത്തിന് ഗുണകരമാകുമെന്നായിരുന്ന പൊതുവെയുള്ള ധാരണയ്ക്ക് തിരിച്ചടിയായി റിപ്പോർട്ട്. അമേരിക്കയിലെ മെയിൽ ഇൻ വോട്ടിംഗ് സംവിധാനത്തിൽ കൂടുതൽ പരിശോധന നടപടികൾ കൊണ്ടുവരാൻ US പോസ്റ്റൽ സർവീസ് നീക്കം. മെയിൽ വഴി വോട്ട് ചെയ്യുന്നവരുടെ വിവരങ്ങൾ പ്രത്യേക ബാർകോഡുമായി ബന്ധിപ്പിച്ച് ഫെഡറൽ സംവിധാനത്തിൽ രേഖപ്പെടുത്തുന്ന തരത്തിലാണ് പുതിയ ചട്ടമെന്ന് സൂചന. നിലവിലുള്ള കോടതി വിലക്ക് നീങ്ങുന്നതുവരെ നിയമം പ്രാബല്യത്തിൽ വരില്ല എന്ന് റിപ്പോർട്ട്. കോടതി അനുമതി ലഭിച്ചാൽ ഉടൻ തന്നെ മാറ്റങ്ങൾ നടപ്പാക്കുമെന്ന് USPS. പുതിയ സംവിധാന പ്രകാരം ഓരോ മെയിൽ ബാലറ്റിനും വോട്ടറുടെ പേര്, വീട്ടുവിലാസം തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങൾ ഉൾപ്പെടുന്ന പ്രത്യേക ബാർകോഡ് നൽകണം. ബാലറ്റ് തപാൽ ശൃംഖലയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് അധികൃതർ ഈ വിവരങ്ങൾ ഫെഡറൽ ബാലറ്റ് മെയിൽ പോർട്ടലിൽ രേഖപ്പെടുത്തുകയും വേണമെന്ന് നിർദ്ദേശം. ചട്ടം പാലിക്കാത്ത സംസ്ഥാനങ്ങളിലേക്ക് മെയിൽ ബാലറ്റുകൾ വിതരണം ചെയ്യില്ല എന്ന് USPS. ഛത്തീസ്ഗഡിലെ ഇന്ദിരാഗാന്ധി കാർഷിക സർവകലാശാലയിൽ കൂടുതൽ ചോദ്യപേപ്പറുകൾ ചോർന്നതായി കണ്ടെത്തൽ. ചോർന്നത് BSc അഗ്രികൾച്ചർ 1ാം വർഷ പ്ലാന്റ് പാത്തോളജി പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതായി സ്ഥിരീകരിച്ചത് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ. ഓഗസ്റ്റ് 7 നടന്ന പ്ലാന്റ് പാത്തോളജി പരീക്ഷ റദ്ദാക്കി സർവകലാശാല. കൂടുതൽ ചോദ്യപേപ്പറുകൾ ചോർന്നതായി കണ്ടെത്തിയത് നേരത്തെ കാർഷിക സർവകലാശാലയുടെ BSc 2ാം വർഷ പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്ന സംഭവത്തിൽ കോളേജ് പ്രൊഫസറും 5 വിദ്യാർത്ഥികളും പോലീസിന്റെ പിടിയിലായതിനു പിന്നാലെ നടന്ന പോലീസ് അന്വേഷണത്തിൽ. ചോദ്യപേപ്പർ ചോർച്ചയിൽ അറസ്റ്റിലായ അധ്യാപകൻ ദുർഗിലെ ഭാരതി അഗ്രികൾച്ചർ കോളേജിലെ പ്രൊഫസറായ യോഗേഷ് സോങ്കേസരിയാണ് തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരനെന്നും പോലീസ്. മഹാരാഷ്ട്രയിലെ അമരാവതി ജില്ലാ ആശുപത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ 3 നവജാത ശിശുക്കൾ മരിച്ചു. അപകടമുണ്ടായത് ഇന്ന് പുലർച്ചെ 3:30. ആശുപത്രിയുടെ 3ാം നിലയിലുള്ള സ്പെഷ്യൽ ന്യൂബോൺ കെയർ യൂണിറ്റിൽ വെന്റിലേറ്റർ പൊട്ടിത്തെറിച്ചാണ് തീപിടുത്തമുണ്ടായതെന്ന് സൂചന. അപകട സമയത്ത് വാർഡിലുണ്ടായിരുന്നത് 39 നവജാത ശിശുക്കൾ. പുകയും തീയും പടർന്നതോടെ കുഞ്ഞുങ്ങളെ വേഗത്തിൽ പുറത്തെത്തിച്ച് ഡോക്ടർമാരും നഴ്സുമാരും മറ്റ് ജീവനക്കാരും. ഗുരുതരമായി പൊള്ളലേറ്റും പുക ശ്വസിച്ചുമാണ് കുഞ്ഞുങ്ങൾ മരിച്ചത് എന്ന് റിപ്പോർട്ട്. 6 കുഞ്ഞുങ്ങൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടെന്ന് ഞെട്ടിക്കുന്ന വാർത്ത. ഇവരെ മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റിയെന്ന് അധികൃതർ. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരായ CPIM സംസ്ഥാന സെക്രട്ടറി ബിനോ വിശ്വത്തിന്റെ പ്രതികരണത്തിൽ മറുപടി പറയേണ്ടതില്ല എന്ന തീരുമാനത്തിൽ CPIM. CPIയെ കൂടുതൽ പ്രകോപിപ്പിക്കേണ്ടതില്ല എന്നാണ് CPIM ആലോചന എന്ന് സൂചന. ബിനോ വിശ്വത്തിന്റെ പ്രതികരണത്തിൽ CPIമിന് അതൃപ്തിയുണ്ട്. എന്നാൽ പാർട്ടി മറുപടി പറയേണ്ടതില്ല എന്നും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പിണറായി വിജയൻ തന്നെ മറുപടി പറയട്ടെ എന്നുമുള്ള നിലപാടിൽ ഉറച്ച് CPIM. വിഷയം അടുത്ത CPIM സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യുമെന്ന അഭ്യൂഹം ശക്തം. ഓണക്കാലമായതിനാൽ ചൊവ്വാഴ്ചത്തെ പതിവ് സെക്രട്ടേറിയറ്റ് നാളെ ഉണ്ടാവില്ല എന്ന് റിപ്പോർട്ട്. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം CPIമിനാണെന്നും ഉപനേതാവിനുള്ള പേരുള്ള കത്ത് സ്പീക്കർക്ക് വൈകാതെ കൈമാറുമെന്നും പിണറായി വിജയൻ. അത്തരമൊരു പ്രസ്താവന പിണറായി വിജയൻ നടത്തിയെങ്കിൽ അത് അദ്ദേഹത്തിന്റെ പദവിക്കും രാഷ്ട്രീയ പക്വതയ്ക്കും നിരക്കാത്ത പ്രസ്താവനയാണെന്ന് ബിനോയ് വിശ്വം. പ്രതിപക്ഷ ഉപനേതാവ് പദവിയിൽ കടുത്ത നിലപാടിലേക്ക് CPI കടന്നേക്കും. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.